بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅല്ലിമായിട്ടാണ് നിയോഗിച്ചത്. അതായത് ഉസ്താദാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മ. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന മുഅല്ലിമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉസ്താദിന്റെ ആദ്യ ബാച്ചാണ് സഹാബാക്കൾ. ആ മുഅല്ലിമിൽ നിന്ന് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് പ്രഥമ ശിഷ്യന്മാരായ സഹാബാക്കൾ എന്താണോ ദീനുൽ ഇസ്ലാമായി പഠിച്ചത് അതാണ് ദീൻ. അതിനെ ഫോളോ ചെയ്യുന്നവർക്കാണ് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നതും. എങ്കിൽ അതിന് എതിരായിട്ടുള്ള ഒരു വഴി ഒരാൾ സ്വീകരിച്ചാൽ അയാൾ അഹ്ലുസുന്ന വൽ ജമാഅയിൽ പെടുകയും ഇല്ല. അങ്ങനെ പെടാതിരുന്ന 72ഓളം വിഭാഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്, അന്നുണ്ട്, ഇന്നതിന്റെ പിൻഗാമികളായി ഉണ്ട്. അവരും അഹ്ലുസുന്ന വൽ ജമാഅയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ ഏതിലൊക്കെയാണ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സംഭവിച്ച വ്യതിയാനവും അഹ്ലുസുന്ന വൽ ജമാഅക്ക് ആ വിഷയത്തിൽ പിഴവ് സംഭവിക്കാതെ അള്ളാഹു അവരെ സംരക്ഷിച്ചതും എങ്ങനെയാണ് എന്ന കാര്യം. പ്രധാനമായും അഹ്ലുസുന്ന വൽ ജമാഅക്ക് അള്ളാഹു നൽകിയ ആ സംരക്ഷണം, അഥവാ അവർ ആ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വീണു പോവാതെ അവർക്ക് നൽകപ്പെട്ട സംരക്ഷണം അഹ്ലുസുന്നയുടെ മുതവസ്സിതായ ആ ഒരു നിലപാടാണ്. ഒന്നിനും അങ്ങേയറ്റം പോവാതെ തീരെ താണു പോവാതെയും മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരായി ഇവർ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ തമ്മിലുള്ള മറ്റൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് സഹാബാക്കളുടെ വിഷയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കോടാനുകോടി വരുന്ന അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളിൽ നിന്ന് അള്ളാഹു നുബൂവത്ത് നൽകാൻ പ്രത്യേകം ചില ഖൽബുകളെ സെലക്ട് ചെയ്തു. ഒരാൾക്ക് നുബൂവത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ മക്കത്ത് ജീവിക്കുന്ന ഒരു നിമിഷവും ഞാനൊരു നബി ആവാൻ പോവുകയാണ് എന്നറിയില്ല. ഒരു മുൻധാരണയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ ഓതിക്കൊടുത്ത് നബിയായി എന്ന് അറിയിക്കുമ്പോഴാണ് പ്രവാചകൻ തന്നെ അറിയുന്നത്. അപ്പൊ ആ സെലക്ഷൻ ദുനിയാവിൽ മനുഷ്യർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സെലക്ഷനാണ് നബിമാർക്ക്. പിന്നെ ആ നബിമാരുടെ ഉമ്മത്തിൽ നിന്ന് അവരുടെ സുഹബത്തിന് വേണ്ടി അള്ളാഹു ചില ഖൽബുകളെ സെലക്ട് ചെയ്തു. അതാണ് സഹാബാക്കൾ. അതെല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട്. ചില പ്രവാചകന്മാർക്ക് ഒരാളാണ്, ചിലർക്ക് 2 പേരാണ്, ചിലർക്കൊരു റഹ്താണ്, അഥവാ 1ന്റെയും 10ന്റെയും ഇടയിലുള്ള എണ്ണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ പ്രവാചകന്മാര് വരും. അതിൽ ചില നബിമാരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവൂല. ചിലപ്പം അവർക്ക് സുഹബത്തില്ല, സ്വഹാബാക്കളില്ല, അവരുടെ ദഅവത്ത് ഏറ്റെടുക്കാൻ അവരുടെ ഉമ്മത്തിൽ നിന്നും ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് നബിനെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം
അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അത് വലിയൊരു പാഠം എനിക്കും നിങ്ങൾക്കും. നമ്മൾ തൗഹീദിന്റെ സുന്നത്തിന്റെ ദഅവത്ത് ചെയ്യുമ്പോൾ ആളുകൾ കേൾക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, നമ്മുടെ കൂടെ വരുന്നില്ല, ഒരു ടെൻഷനും വേണ്ട. ഉളവണ്ണ പള്ളിയിൽ നമ്മൾ ആഴ്ചക്ക് ഒരു ദർസ് വെച്ചു, വിചാരിച്ച പോലെ ആൾക്കാർ വരുന്നില്ല, നിറഞ്ഞു കവിയുന്നില്ല, നോ ടെൻഷൻ. നമ്മളെ ഉത്തരവാദിത്വം അങ്ങനെ ആളുകളെ ഇങ്ങനെ കൂട്ടലും നിറഞ്ഞു കവിയലും അത് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും നോ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. കാരണം ചില നബിമാരുടെ കൂട്ടത്തിൽ അവർ നബിയായിട്ട് പോലും നബുവത്തിന്റെ നാവ് കൊണ്ട് ദീനിന്റെ പ്രസംഗം നടത്തിയിട്ട് പോലും ഒരാളെ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ചില നബിമാരുണ്ടാവും ആ നബിയുടെ കൂടെ രണ്ടുപേരുണ്ടാവും മഹ്ശൽ, അഥവാ ആ ഒരു ഉമ്മത്തിൽ നിന്ന് രണ്ടാള് മാത്രമേ ആ പ്രവാചകനെ അംഗീകരിച്ച് മുവഹിദായി കൂടെ കൂടിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേറെ ഒരു പ്രവാചകന്റെ ഉമ്മത്തിൽ എനിക്ക് കാണിക്കപ്പെട്ടു, ചക്രവാളത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന സവാദുൽ അഅ്ദം, കറുത്ത വലിയൊരു സമൂഹം. കറുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയൊരു കൂട്ടം. ഞാൻ ചോദിച്ചു ഇതാരുടേതാണ്? അപ്പൊ പറയപ്പെട്ടു ഇത് മൂസയുടെ ഖൗമാണ്, അഥവാ ബനു ഇസ്രായേൽ. അതിനുശേഷം എനിക്ക് അതിനേക്കാൾ വലിയൊരു ഖൗമിനെ കാണിക്കപ്പെട്ടു, അതെന്റെ ഉമ്മത്ത്. അന്നേരം സഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ കോടാനുകോടി വരുന്ന ആളുകൾക്കിടയിൽ നിന്നും അങ്ങയുടെ ഉമ്മത്തിനെ എങ്ങനെയാ തിരിച്ചറിയുക? അപ്പോഴാ പറഞ്ഞത്, ഞാൻ അവരുടെ കൈകാലുകളിൽ അവർ വുദൂ ചെയ്തതുള്ള കാരണം കൊണ്ടുണ്ടായ പ്രകാശം നോക്കിയിട്ടായിരിക്കും തിരിച്ചറിയുക. അതുകൊണ്ട് വുദൂ ചെയ്യുമ്പം കൈകാലുകൾ കഴുകണം എന്ന് പറയാനുള്ള കാരണം അപ്രകാശം കിട്ടും. ഒരു ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കുതിരച്ചന്തയിൽ, കുതിരയുടെ ആലകളിൽ നെറ്റിയിലും കാലിലും വെള്ള നിറത്തിലുള്ള കുതിരകളെ മറ്റു കുതിരകൾക്കിടയിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കൂലേ, അതുപോലെ എനിക്ക് മഹ്ശറിൽ എന്റെ ഉമ്മത്തിനെയും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ വുദൂ വർദ്ധിപ്പിച്ചിരുന്നു. നമുക്കതുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിന് മാത്രമാണ്, ശരിയല്ല. വുദൂ ചെയ്തുകൊണ്ടിരിക്കണം. അതിനോടൊപ്പമൊക്കെ വുദൂവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സാധിച്ചാൽ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ തന്റെ കാൽ ചുവട്ടടിയുടെ ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ഒരു ഇബാദത്ത് ഇതാണ്, നബിയെ ഞാൻ അശുദ്ധനായി കഴിയാറില്ല. നമുക്കുള്ള പ്രശ്നം ഇതാണ്. എന്തുകൊണ്ടറിയോ? ശുദ്ധി ഇല്ലാത്തിടത്ത് ശൈത്താൻ കൂടുതൽ കളിക്കും, ശുദ്ധിയുള്ളിടത്ത് ശൈത്താനല്ല മലായിക്കത്താണ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് വുദൂ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മുദ്രയിച്ചു ഉടനെ വുദൂ ചെയ്യാം, അശുദ്ധമായ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാം. അപ്പൊ അതാണ് നബിമാരുടെ അവസ്ഥ. അള്ളാഹു അവർക്ക് വേണ്ടി അവരുടെ ഖൗമിൽ നിന്ന് ചിലരെ സെലക്ട് ചെയ്തു സഹാബികളാക്കാൻ. അവർ സാധാരണക്കാരല്ല, മനുഷ്യന്മാർ തന്നെ, ഭൗതികമായി പ്രകൃതിപരമായി നമ്മളെ പോലെ തന്നെ. പക്ഷെ അവർ ഈമാനിനു വേണ്ടി സെലക്ട് ചെയ്തപ്പെട്ടവരാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറഞ്ഞു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും അൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. സഹാബക്കളെ, ഹബ്ബബ ഇലൈക്കും അൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാക്കിയിട്ട് അള്ളാഹു തന്നു. ഈമാനികമായ കാര്യങ്ങൾ സഹാബത്തിന് ഇഷ്ടമാണ്, അവരുടെ നഫ്സിനേക്കാൾ അധികം. നമ്മള് ഈമാനിന്റെ വക്താക്കളായ നമ്മളുടെ ഈമാനിനെ അവരുടെ ഈമാൻ നോക്കിയിട്ട് അളക്കാൻ നിൽക്കണം. നമ്മളെക്കാൾ താഴെയുള്ളവരുടെ ഈമാൻ നോക്കിയിട്ട് അളന്നാൽ നമ്മൾക്ക് പിന്നെ കയറ്റം ഉണ്ടാവൂല. അവരോട് താരതമ്യം ചെയ്യണം. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, ആ ഈമാനിന്റെ അലങ്കാരം നിങ്ങളുടെ കൽബിൽ അല്ലാഹു തരികയും ചെയ്തു. അതുകൊണ്ട് ആ അലങ്കൃതമായ കൽബിൽ നിന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈമാനിൽ നിന്ന് അവയവങ്ങളിലൂടെ സഹാബത്തിന്റെ പുറത്തു വരുന്ന അമലുകളും ഏറ്റവും മനോഹരമായ അമലുകളായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന അമലിന് മനോഹാരിത ഇല്ലാത്തത്? ചിലപ്പം ഈമാൻ നമുക്ക് ഇഷ്ടമുള്ളതായിട്ടുണ്ടാവൂല.
അല്ലെങ്കിൽ ആ ഈമാൻ നമ്മുടെ ഖൽബിനെ തസ്യീൻ ചെയ്തിട്ടുണ്ടാവൂല, അലങ്കരിച്ചിട്ടുണ്ടാവൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ. സുദാഹിതങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ ഈമാനിനോട് ഇഷ്ടം തരണേ, ആ ഈമാൻ കൊണ്ട് നമ്മുടെ ഖൽബുകളെ നീ അലങ്കരിക്കണേ. എന്നതിന്റെ അപ്പുറത്തായത്ത് സഹാബത്തിന്റെ അവസ്ഥ പറയാൻ, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. പാപങ്ങള്, തിന്മകള്, തോന്നിവാസങ്ങള്, വൃത്തികേടുകൾ അവർക്ക് വെറുപ്പുള്ളതായി മാറി സഹാബത്തിന്. നമ്മളെ അവസ്ഥ എന്താ? നമ്മളെ മീസി പ്രസംഗിക്കുന്നതിന്റെ അടക്കം പാപങ്ങളോട്, തോന്നിവാസങ്ങളോട്, നമ്മുടെ നഫ്സിന് ഹലാലല്ലാത്ത രീതിയിൽ സുഖമുണ്ടാക്കി തരുന്ന പ്രവൃത്തികളോട് നമ്മളുടെ മാനസികാവസ്ഥ ഇഷ്ടമാണെങ്കിൽ ഈമാന്റെ അവസ്ഥയിലെത്തിയിട്ടില്ല. സഹാബാക്കൾ നേരെ തിരിച്ചാണ്, അവൻ വെറുപ്പുള്ളതാക്കിയിട്ട് നിങ്ങൾക്ക്. തെറ്റ് എന്ന് പറഞ്ഞാൽ സഹാബത്തിന് വെറുപ്പാണ്. വെറുപ്പ് വന്നൊരു സംഗതി ചെയ്യൂലെന്നല്ല, അതിനോട് അടുക്കുക പോലുമില്ല. അങ്ങനെയല്ല ശരിക്കും. വെറുപ്പുള്ള സംഗതി ചെയ്യല് വേറെ കാര്യം, അതിനോട് അടുക്കൂല. അതാണ് സഹാബാക്കൾ. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടവരാണ് അവർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രമാണത്തിൽപ്പെട്ടവരാണ്. അവരെ മാറ്റി വെച്ചുകൊണ്ടൊരു ദീനില്ല. അതാര് വരെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63-ാമത്തെ വയസ്സിൽ വഫാത്താവുന്ന റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാന്റെ സമയത്തിന്റെ 1 മിനിറ്റ് മുമ്പ് വന്ന് കലിമ പറഞ്ഞ് മുസ്ലിമായി അള്ളാഹുവിന്റെ റസൂലിനോട് സഹവസിച്ച സഹാബി, അവർ വരെ ദീനുൽ ഇസ്ലാമിന് പ്രമാണമാണ്. സഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹിന്റെ സുഹബത്തുള്ളവർ മുസ്ലിമായിക്കൊണ്ട്. അവിടെ ആ ഷർത്തില്ലെങ്കിൽ അബൂജഹൽ ആരാവും? സഹാബിയാവും. മുസ്ലിമായിക്കൊണ്ട് സുഹബത്തുണ്ടെങ്കിൽ അതൊരു നിമിഷമാണെങ്കിലും സഹാബിയാണ്, സെലക്റ്റഡ് ആണ്, ദീനിന്റെ പ്രമാണമാണ്. അതുകൊണ്ട് നമ്മൾ ദീൻ പറയുമ്പോൾ പറയും, എന്ത് വിഷയം വന്നാലും, ദീനിന്റെ എന്ത് വിഷയം വന്നാലും മുഅ്മിൻ ചോദിക്കും, ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഖാല റസൂലുള്ളാഹ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് പ്രമാണം. സഹാബത്തിനെ അള്ളാഹു പ്രമാണത്തിൽപ്പെടുത്തിയെങ്കിൽ അവർ പ്രത്യേകം സെലക്ഷൻ കിട്ടിയ ആളുകളാണ്, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി. നബുവത്തിന്റെ നാമോട്ടുള്ള പ്രഖ്യാപനമാണ്. നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അതിനെതിരായിട്ടൊരു അഭിപ്രായം ഇല്ല, അതിനെതിരായിട്ടൊരു വാക്കില്ല. എതിരായിട്ടൊരു വാക്ക് പറയാൻ ആരെങ്കിലും ധൈര്യം കാണിച്ചാൽ അവനവന്റെ ഇസ്ലാമിന്റെ കുപ്പായം ഊരി വെക്കേണ്ടി വരും, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമം സഹാബത്തിന്റെ നൂറ്റാണ്, പിന്നെ അവരുടെ ശിഷ്യന്മാര്, പിന്നെ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, താബിഉകളും തബഉ താബിഉകളും. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ തശ്രീഇന്, ദീനിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ അവരെ കാരണമാക്കിയിരിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ അൽ അദാൻ, ബാങ്ക്. എങ്ങനെയാ തശ്രീ ആയത്? തലേന്ന് രാത്രിയില് നിസ്കാരത്തിനായി ആളുകളെ എങ്ങനെയാ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ചർച്ച മദീനത്ത് നടക്കുകയാണ്. അന്ന് ഉറങ്ങാൻ വേണ്ടി പോയി സഹാബാക്കൾ. പിറ്റേന്ന് രാവിലെ സുബഹയ്ക്ക് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ഒരാള്, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാള് മണിയടിക്കുന്നു. ഞാൻ ചോദിച്ചു, ആ മണി എനിക്ക് തരുമോ? അയാൾ ചോദിച്ചു, അതെന്തിനാണ്? നിസ്കാരത്തിന് വേണ്ടി ആൾക്കാരെ സമയമാകുമ്പോൾ മടിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓർമ്മിപ്പിക്കാമല്ലോ. വേണ്ട, ഇത് നല്ലതല്ല. ഞാൻ പിന്നെയും മുമ്പോട്ട് നടന്നു. അപ്പൊ ഒരാൾ ചൂട്ട് കത്തിച്ച് തീപ്പന്തവുമായിട്ട് വരുന്നു. ഞാൻ ചോദിച്ചു, ആ തീപ്പന്തം എനിക്ക് തരുമോ? എന്തിനാ? നിസ്കാര സമയമാകുമ്പം ഈത്തപ്പഴത്തിന്റെ മുകളിലും ഒറ്റ കയറിയിട്ട് ആ പന്തം ഇങ്ങനെ കാണിച്ചാൽ ആളുകൾക്ക് സമയമായി എന്നറിയല്ലോ, അപ്പൊ അവര് വരും. വേണ്ട, അത് നല്ലതല്ല. വേറൊരാൾ കണ്ടു, എന്താ അന്വേഷിക്കുന്നത്? ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു കാര്യം ചെയ്യും,
ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞുതരാം, അത് പഠിച്ചു വെച്ചോ. അത് ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായിക്കോളൂ. ഏതാണ് ആ വാക്കുകൾ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ തക്ബീറിന്റെ ബാങ്കിന്റെ ലഫ്തുകൾ പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് ബിലാലിന് പറഞ്ഞു കൊടുക്ക്, നിന്നേക്കാളും നല്ല ശബ്ദം ബിലാലിൻ്റെതാണ്. എന്താണ് ഈ നല്ല ശബ്ദം കൊണ്ടുള്ള ഉദ്ദേശം? ട്യൂണല്ല. ചില ബംഗാളി മോദ്യന്മാരുടെ ബാങ്ക് കേട്ട് ദേഷ്യം പിടിക്കും. തീരില്ല, ഇത് തീരണ്ടേ, ഇത് തീർന്നാലേ പോയി നമുക്ക് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. ബാങ്കതല്ല. സലഫി ഉലമാക്കൾ ആ ബാങ്കിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ മക്കത്തും മദീനത്തും അവിടെ അങ്ങനെ പലതുണ്ട്. മക്കത്തും മദീനത്തും അങ്ങനെ പലതുണ്ട്. മൻഹജു സലഫിൽ ബാങ്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അത്രേ ഉള്ളൂ. നല്ല ശബ്ദം കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അർഫഉ സൗത്ത്, ഉയർന്ന ശബ്ദം, ആളുകൾ ശരിക്കും കേൾപ്പിക്കാൻ പറ്റിയ ഉറക്കെ പറയാൻ ബിലാലിന് സാധിക്കും. അതുകൊണ്ട് ബിലാലിന് പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് ട്യൂണുള്ള ആൾക്കാരെ അല്ല മുഅദ്ദിനാക്കിയിട്ട് വെക്കേണ്ടത്. നല്ല ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരെയാണ് ആളുകളെ കേൾപ്പിക്കാൻ. അതുകൊണ്ട് ട്യൂണുള്ള ആള് വിമർശിച്ചു അല്ല കേട്ടോ, ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളെ പള്ളികൾ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും. ആൾക്കാർ കൂടുന്ന സ്ഥലത്തായിരിക്കും. സ്വിച്ചിട്ട് ബാങ്കാണെങ്കിലോ ബംഗാളി ബാങ്ക് കേൾക്കാനൊരു ഒന്നുമില്ല, ഒരു രസമെങ്കിലും ഉണ്ടാവില്ല. എന്നാൽ ഈ നീട്ടലും മണിക്കളും ഇല്ലാണ്ട് ശരിക്കും ആ പ്രഖ്യാപനം എന്താ ഈ പറയുന്നത്? അല്ലാഹു അക്ബർ, ഭയങ്കര വാക്കിൻ്റെന്ന്. അതിങ്ങനെ അല്ലാഹു എന്ന് പറയുമ്പോൾ തന്നെ ഒരു മലയാളത്തിൽ എങ്ങനെ പറയാ? മലയാളത്തിൽ ആ ടൂണെന്ന് പറഞ്ഞു നോക്കിയേ. ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, പിന്നെ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന്. പിന്നൊന്നുകൂടെ അതൊരു സുഖയിലെ ഏർപ്പാടല്ല, ഇതൊരു പ്രഖ്യാപനമാണ് ഈ ബാങ്ക്. പക്ഷെ തിലാവത്തുൽ ഖുർആൻ അങ്ങനെയല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഗന്നൗ ബിൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കഴിയുന്നതും മനോഹരമായി ട്യൂണിൽ തന്നെ പാരായണം ചെയ്യണം. കാരണം അതിനൊരു മാസ്മരികതയുണ്ട്. ഇത് മാലോകർക്ക് അള്ളാന്റെ വലിപ്പം പ്രഖ്യാപിക്കാണ് ബാങ്കിലൂടെ. ബിലാലിനെ പഠിപ്പിച്ചു കൊടുത്തു, ബിലാലിനെ മുഅദ്ദിനായിട്ട് ഏൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അന്നേരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും ഇന്നലെ ഇതേ സ്വപ്നം കണ്ടിരുന്നു, ഞാൻ പറയാൻ വരികയായിരുന്നു. ഒരു സഹാബിയ അള്ളാഹു ഒരു നിയമം നടപ്പിലാക്കാൻ കാരണമാക്കിയതാണ്. അങ്ങനെ പലതും, തയമ്മുമിന്റെ, അതേപോലെ തന്നെ ദിഹാറിന്റെ, ത്വലാഖിന്റെ, അങ്ങനെ പല പല പലതും സഹാബത്തിനെ അള്ളാഹു സബബാക്കിയിട്ടുണ്ട് ദീനിന്റെ തശ്രീഇന്. അവരുടെ പ്രത്യേകതയാണത്. അഞ്ചാമതായി, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കളെ പ്രശംസിച്ചും അവരിൽ തൃപ്തിയുണ്ടെന്നറിയിച്ചും അവർക്ക് സ്വർഗം കൊണ്ട് വഅദ ചെയ്തും കൊണ്ടുള്ള ആയാത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹുവിന്റെ തൃപ്തിയാണ്. മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു, لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة. ആ മരത്തിന്റെ താഴെ ഇരുന്ന ഏകദേശം 1400ഓളം വരുന്ന സഹാബാക്കളിൽ അള്ളാഹു തൃപ്തനായിരിക്കുന്നു. മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അള്ളാഹു അവരെ തൊട്ടും തൃപ്തരാണ്, അവർക്ക് അള്ളാഹു നൽകുന്ന കൂലിയിൽ അവരും തൃപ്തരാണ്. മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, അവരിലെല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊണ്ട് വഅദ ചെയ്തിരിക്കുന്നു. ഇതാണ് സഹാബത്ത്. അഹ്ലുസുന്ന വൽ ജമാഅക്ക് സഹാബത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ബഹുമാനിക്കും, നമ്മളവരെ സ്നേഹിക്കും, നമ്മളവരെ ആദരിക്കും. എന്ത് ചെയ്യൂല? ആരാധിക്കൂല. ഇകഴ്ത്തുകയോ ആരാധിക്കുകയോ ഇല്ല. അത് അഹ്ലുസുന്നക്ക് പാടില്ലാത്ത സംഗതിയാണ്. ഇനി ആ സഹാബ ഇത്ര ബഹുമാനിക്കേണ്ടുന്ന, ഇത്ര ആദരിക്കേണ്ടുന്ന, സ്നേഹിക്കേണ്ടുന്ന സഹാബാക്കളിൽ മാനുഷികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, മാനുഷിക പ്രശ്നം എന്ന് പറഞ്ഞാൽ പിണക്കങ്ങൾ, കലാപം, പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നം, സാമൂഹിക പ്രശ്നം, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. കുടുംബ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സഹാബത്തിന്, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായത്തിലുള്ള ചില അബദ്ധങ്ങൾ കൊണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ്
മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അവർക്കിടയിൽ വലിയ കലാപം തന്നെ ഉണ്ടായി. പക്ഷെ നമ്മളെ വിശ്വാസപ്രകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇജ്തിഹാദിനുള്ള പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. നമുക്ക് അവരെ പറ്റി റളിയല്ലാഹു അൻഹു എന്ന് പറയലല്ലാതെ മറുത്തൊരു വാക്ക് പറയാൻ അവകാശമില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ ഫീ അസ്ഹാബി, എന്റെ സഹാബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളിൻ, അവർക്ക് നിരക്കാത്ത രീതിയിൽ അവരെ സംബന്ധിച്ച് പറയരുത്. ഇതാണ് അഹ്ലുസ് സുന്നah വൽ ജമാഅത്തിന്റെ നിലപാട്. സഹാബാക്കളുടെ കൂട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻവീഅ് നടത്തിയിട്ടുണ്ട്, കാറ്റഗറി. സഹാബത്തിന്റെ കൂട്ടത്തിൽ അഹ്ലുസ് സുന്നah വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഏറ്റവും പ്രഗത്ഭർ 4 പേരാണ്. ഒന്ന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇത് തർത്തീബ് അനുസരിച്ച് പറയൽ നിർബന്ധമാണ്. അബൂബക്കറിനേക്കാൾ ഉമറിനോ, ഉമറിനേക്കാൾ ഉസ്മാനോ, ഉസ്മാനേക്കാൾ അലിയിനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മർത്തബകളിൽ സ്ഥാനക്കയറ്റത്തിൽ വ്യത്യാസമാക്കരുത്. ഒന്ന് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. താഴ്ത്താൻ കഴിയില്ല. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. നിസ്കാരത്തിന്റെ വാതിൽ നിസ്കാരക്കാരെ വിളിക്കും. നോമ്പിന്റെ വാതിൽ, എന്താ വാതിലിന്റെ പേര്? റയ്യാൻ, നിസ്കാരക്കാരെ നോമ്പുകാരെ വിളിക്കും. സദഖന്റെ വാതിലുണ്ട്, അത് സദഖന്റെ ആൾക്കാരെ വിളിക്കും. അങ്ങനെ 8 വാതിലും അതിന്റെ ആൾക്കാരെ വിളിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാകുമോ? 8 വാതിലും വിളിക്കുന്ന ഒരാള് അങ്ങനെ ഉണ്ടാവുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻ, ഉണ്ട്, താങ്കൾ ആ കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദീനിന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ സഹാബത്തിൽ ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഖലീഫ ഉമറിന് വരെ. അതേസമയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ. അപ്പൊ തന്നെ എന്ത് മനസ്സിലായി? നബി വരൂല, അപ്പൊ ആര് കള്ളനാണ്? ഖദിയാനി കള്ളനാണ്, സംശയമൊന്നുമില്ല. വരുമെങ്കിൽ ലകാന ഉമർ, ആ ഉമറും 2ാം സ്ഥാനത്താണ്. ഒരു ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തു, സദഖയുടെ മുതൽ ഒരുമിച്ച് കൂട്ടാൻ. യുദ്ധത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പം വിളംബരം ചെയ്യും, ആളുകൾ പൈസയും എന്താ ഉള്ളത് കൊണ്ടുവരും. ഉമർ പറഞ്ഞു, ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ സ്വത്തിന്റെ നിസ്ഫുമാലി, പകുതി, നേർപകുതി. നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, കഴിയില്ല. പക്ഷെ അവർക്ക് പറ്റും, അവർ കൊണ്ടുവന്നു സ്വത്തിന്റെ പകുതി. ഇത് അദ്ദേഹം പറയാൻ, അബൂബക്കർ സിദ്ദീഖും കൊണ്ടുവന്നു റളിയല്ലാഹു അൻഹു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തുണിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്, നാണയത്തുട്ടുകൾ ഉണ്ടാവും, പടയങ്കി ഉണ്ടാവും, വാളുണ്ടാവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. ആദ്യം വന്നത് ഉമറിന്റെ അടുത്തേക്കാണ്. ചോദിച്ച ചോദ്യം എന്താ അറിയോ? എന്താ സാധാരണ ചോദിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞ ആള്? എന്തുകൊണ്ട് വന്നു? അങ്ങനെയല്ല ചോദിച്ചത്. മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ, നീ എന്താ ബാക്കി വെച്ചത്? അബ്ഖൈതു നിസ്ഫ മാലി, എന്റെ സ്വത്തിന്റെ പകുതി ബാക്കി വെച്ചു, പകുതി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു റസൂൽ ദുആ ചെയ്തു. അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തെത്തി, മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താ ബാക്കിയാക്കിയത്? അദ്ദേഹം പറഞ്ഞു, അബ്ഖൈതുല്ലാഹ വറസൂലഹു, അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും ബാക്കിയാക്കി. എന്ന് വെച്ചാൽ ഉള്ളത് മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നാളെ സിറാത്ത് കഴിഞ്ഞാൽ, അള്ളാഹു നമ്മൾ ആ പാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. സിറാത്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അല്ല, അവിടെ ഞാൻ ചോദിച്ചത് ഒരു മൈതാനമാണ്, ഒരു മൈതാനമാണ്. ആ മൈതാനത്ത് സിറാത്ത് കഴിഞ്ഞ് സ്വർഗം ഉറപ്പായ ആളുകൾ കാത്തിരിക്കും. ആരെ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്തിലാണ്, അത് കഴിഞ്ഞിട്ട് വരണം. അത് കഴിഞ്ഞ് വന്നാലേ സ്വർഗം തുറക്കുള്ളൂ. അന അവ്വലു മൻ അത്റുഖു ബാബൽ ജന്ന, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിന്റെ വാതിൽ ആദ്യം മുട്ടുന്ന ആള്. ഞാൻ മുട്ടും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചോദിക്കും, മൻ ആരാത്?
ഫഅഖൂലു അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാൻ. ഫയഖൂലു ബിക ഉമിർത്, അപ്പൊ ഇതിനുള്ളിൽ പറയും നിങ്ങൾ വന്നാലേ തുറക്കാവോ എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തുറക്കും. ആദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കും, പിന്നെ ആദം, പിന്നെ മക്കളായ പ്രവാചകന്മാർ എല്ലാവരും കഴിഞ്ഞ് ഈസ നബിയും പോയതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ര ടോപ്പ് മനുഷ്യനാണ്. അത്ര വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പള്ളിയിലേക്ക് വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെയ്ത നിഅമത്തുകൾ, നിങ്ങൾ എനിക്ക് തന്ന സഹായങ്ങൾ പ്രത്യുപകാരമായി ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, അബൂബക്കറിന് ഒഴികെ. അബൂബക്കർ എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കൂല. അവ്വലുമൻ ആമന ബി അബൂബക്കർ, ആദ്യം എന്നെ വിശ്വസിച്ച ആളാണ്. അബൂജഹൽ ഓടി വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ നീ കേട്ടോ, എന്തുപ്പാ നിന്റെ നബി ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലും പോയി അതിന്റെ അപ്പുറത്ത് നിന്ന് അർശിന്റെ അടുത്തും പോയിട്ട് രാത്രി തന്നെ വന്നു, നീ വിശ്വസിക്കോ അബൂബക്കറെ? ചോദ്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അപ്പൊ അബൂജഹൽ ആവേശായി, അങ്ങനെ പറഞ്ഞു. കാരണം അബൂജഹൽ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇപ്പൊ കളവാക്കിയിട്ട് വരുമെന്നാണ്. അപ്പൊ പറഞ്ഞു, അബൂജഹലെ അതിനേക്കാൾ വിദൂരത്തുള്ള കാര്യം വിശ്വസിക്കുന്ന ആളാ ഞാൻ. ജിബ്രീൽ വഹയും കൊണ്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ച ആളാ ഞാൻ. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അന്നാ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഒന്നാമത്തെ ആള് സ്വർഗത്തിലേക്ക് പിന്നീട് ആദ്യം പോകുന്ന ആള്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെട്ട ഖുലഫാ റാഷിദീങ്ങളിൽ ഉമർ, ഉസ്മാൻ, അലി, ഈ തർത്തീബ് നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൻവീഇലുള്ളത് അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രധാനപ്പെട്ട 10 പേർ. പിന്നെ മുഹാജിറുകൾ, പിന്നെ അൻസാറുകൾ, പിന്നെ മുജാഹിദുകൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിൽ അവസാനത്തെ കണ്ണി വരെ അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ. അതാണ് സഹാബാക്കളെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ എന്തുകൊണ്ടാണ് അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയം ഒരു വിഷയമായി അഹ്ലുസുന്ന പറയാനുള്ള കാരണം കേട്ടോളൂ. തവസ്സത അഹ്ലുസുന്ന വൽ ജമാഅ ഫീ ഹാദൽ ബാബ്, സഹാബാക്കളുടെ കാര്യത്തിലും അഹ്ലുസുന്ന വൽ ജമാഅക്ക് മധ്യമമായ നിലപാടാണ്. ബൈന ശിയാഅതി വബൈനൽ ഖവാരിജ്, ഷിയാക്കളുടെയും ഖവാരിജുകളുടെയും ഇടയിൽ. അപ്പൊ ഷിയാക്കൾക്ക് ഒരു വാദമുണ്ട് സഹാബത്തിനെ പറ്റി, ഖവാരിജുകൾക്ക് വേറെ. അതിന്റെ ഇടയിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഫശിയ വമിൻഹും അർറാഫിദ, ഷിയാക്കൾ, ഷീഈ എന്നാണ്, ഷിയ അല്ല ഷീഈ. ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ ടീം എന്നർത്ഥം, വിഭാഗം. ഷിയഅത്തു അലി എന്നാണ് അവർ. നമ്മൾ പിന്നെ നാട്ടിൽ ഷിയ ഷിയ എന്ന് വിളിച്ചു. അവരിൽപ്പെട്ടവരാണ് റാഫിദകളും. ഇന്ന് നിലവിലുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള ഷിയ വർഗത്തിന് റാഫിദ എന്ന് പേര് പറയാം. നിരാകരിച്ചവർ പലതും വരും ഇൻഷാ അല്ലാഹ്. എന്താ അവർക്ക് പറ്റിയ പ്രശ്നം എന്നറിയുമോ? സഹാബത്തുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നയുടെ നിലപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഗുലൂവിലേക്ക് പോയി. അവരെന്തു പറഞ്ഞു? അലി ഇബ്നു അബി ത്വാലിബ് വ ഔലാദിഹി, അലി ഇബ്നു അബി ത്വാലിബും അദ്ദേഹത്തിന്റെ മക്കളുടെയും കാര്യത്തിൽ അവര് ഗുലൂവ് കാണിച്ച പോലെ. ഗുലൂവ് മീൻസ് ശരി, ഇവര് ചോദിക്കണ്ടേ വാർത്ത അറിയില്ലെങ്കിൽ. ഓവറായി അലിയിന്റെയും മക്കളുടെയും കാര്യത്തിൽ ഓവറായിട്ടുള്ള നിലപാട് ഷിയാക്കൾ സ്വീകരിച്ചു. എന്നിട്ട് അവര് വാദിച്ചു അന്ന അലിയൻ റളിയല്ലാഹു അൻഹു മഅസൂമുൻ. അലി ആരാണ്? മഅസൂം മീൻസ് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ ഒരാളും മഅസൂമല്ല. ഇന്ന് നിലവിലുള്ള ശൈഖുലമാരോ, ഖമറുൽ ഉലമ, ശംസുൽ ഉലമ, ഇപ്പൊ പറയുന്നുണ്ട് രണ്ടും വന്നിന് കൗക്കബുൽ ഉലമ കൂടി വരാൻ പോവാണ്. കൗക്കബുൽ ഉലമ ആരും മഅസൂമല്ല. ഈ പറയുന്ന ഞാനോ നിങ്ങളോ മഅസൂമല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം, തെറ്റ്, കുറ്റം വന്നു പോയാൽ ആക്ഷേപിക്കരുത്. നാളെ അത് ഞാനും ചിലപ്പോൾ ചെയ്തു പോയേക്കാം. അല്ലാഹു കാക്കട്ടെ. നമുക്ക് ആർക്കും ഇസ്മത്തില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ശൈത്താന്റെ ഒരു പരിപാടിയും അവിടെ നടക്കൂല. അലി അതിൽപ്പെട്ടവരല്ല, മഅസൂമാണെന്നാണ് അവരുടെ വിശ്വാസം. പിന്നെയോ വഅന്നഹു യഅലമുൽ ഗൈബ,
അലിക്ക് എന്തറിയാം? ഗൈബ് അറിയാം. ഇതാണ് ഷിയാക്കളുടെ അലിയിനെ പറ്റിയുള്ള വിശ്വാസം. ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. ഇത് കൊടുക്കട്ടോ. വഅന്നഹു അഫ്ദലു മിൻ അബീ ബക്രിൻ വഉമറ. അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും റളിയല്ലാഹു അൻഹുമ അലി റളിയല്ലാഹു അൻഹുവിനാണ് ശ്രേഷ്ഠത എന്നും അവർ വാദിച്ചു. വമിൻ ഗുലാത്തിഹിം, അവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടി ഓവറായി അവർ വാദിച്ചു ഉലൂഹിയ്യതഹു, ഇലാഹായിട്ട് അലിയിനെ തന്നെ കണ്ടു. ഷിയാക്കളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു പകരം അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ്. ഇതാണ് ഈ പറയപ്പെട്ട ഷീഈകളുടെ ഇന്ന് സിറിയയിൽ കിരീടം വെച്ച അടിയർവ് പറഞ്ഞ് പിന്നെ എന്തുവിട്ട നാടുവിട്ട ഭീരുവായ ബഷാറുൽ അസദിന്റെ വിശ്വാസമാണ് ഇപ്പൊ പറഞ്ഞത്. ബഷാർ എന്ന പേര് കേൾക്കുമ്പോൾ മുസ്ലിമാന്ന് വിചാരിച്ച് പോവണ്ട, കാഫിറാണ്. ഇറാനിന്റെ നേതാക്കന്മാരുടെ ഖുമൈനിയുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പോവണ്ട, ആള് കാഫിറാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര് പണ്ട് ആപ്പിൾ വിപ്ലവം എന്ന തലക്കെട്ടില് പ്രബോധനത്തിന് ലേഖനം എഴുതാറുണ്ട്. അയത്തുള്ള ഖുമൈനി ഇറാൻ കേന്ദ്രമാക്കി നടത്തിയ ഇസ്ലാമിക വിപ്ലവം, നോ, അയാൾ നടത്തിയത് ഇസ്ലാമിക വിപ്ലവമല്ല, ഷിയാ വിപ്ലവം. എന്തിന്? സുന്നികളായ അല്ലെങ്കിൽ സലഫികളായ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ. ഇറാൻ അതിൽ വിജയിച്ചു. ഇപ്പം സിറിയയിൽ സംഭവിച്ചത് ശുഭസൂചനയാവട്ടെ, ഇത് പറയാൻ പറ്റുള്ളൂ. ഇനി അമേരിക്ക എന്ത് കളിക്കും, ഇസ്രായേൽ എന്ത് കളിക്കും, ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഷിയാക്കൾ മുസ്ലിമീങ്ങളല്ല. ഹമാസോ, ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല കേട്ടോ, ചിലപ്പോ നമ്മൾ അവരുടെ പ്രവൃത്തിയോ മറ്റോ കണ്ടിട്ടെങ്ങാനും അനുകൂലിക്കുന്നുണ്ടാവാം, അല്ലാഹു നിങ്ങളെ മനസ്സിൽ തന്നെ അറിയില്ല. പക്ഷേ ഈ തൊട്ടടുത്ത് ഇസ്രായേൽ അവസാനം ബോംബിട്ട് കൊന്നു കളഞ്ഞ സിൻവാർ, അയാളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ചെവിയുണ്ട് കേട്ടു. എന്താ പറയുന്നറിയോ? ആയത്തുല്ലാഹ് ഖുമൈനിയെ പറ്റി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാ ഈ ആയത്തുല്ലാഹ്? ഇപ്പറഞ്ഞ അബൂബക്കറും ഉമറും ഇവിടെ വരുന്നുണ്ട്, കാഫിറാണെന്ന് പ്രഖ്യാപിച്ചത്. നമുക്ക് സഊദിയന്റെ ഭരണം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കിടക്കുന്ന അബൂബക്കറിന്റെ ഉമറിന്റെ ഖബർ തോണ്ടിയിട്ട് ആ ശരീരം നമ്മൾ തൂക്കിലേറ്റുമെന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കൾ. ഈ ആയത്തുള്ള അയാൾക്കാണ് ഈ സിൻവാർ എന്ന് പറഞ്ഞത് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് നമുക്ക് ഓനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ മന്ദബുദ്ധി എന്നതിനർത്ഥം. എന്നിട്ട് നമ്മൾ ഹമാസിനെ സിന്ദാബാദ് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചരിത്രവും അറിയില്ല, ദീനും അറിയില്ല, ഇസ്ലാമും അറിയില്ല. വേറെന്താ പറയാ? ഒരു പെണ്ണുങ്ങൾ കരഞ്ഞോണ്ട് പറഞ്ഞു, ഇനി ഹമാസും അതേപോലെ ഇഖ്വാൻ മുസ്ലിമീനും സന്തോഷിച്ചോളൂ, നമ്മളെ മക്കളൊക്കെ മരിച്ചു തീർന്നു, നമ്മളെ വീടൊക്കെ തകർന്നു, നമ്മൾ പട്ടിണിയിലായി, നമ്മളെ തമ്പിലായി, ഇനി നിങ്ങൾ സന്തോഷിച്ചോളൂ. എന്നിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് ബുദ്ധി ഉദിച്ചില്ല, ഇവരെ മനസ്സിലായില്ല. പ്രശ്നം ഇതാണ് അഖീദ. അതുകൊണ്ട് നമ്മൾ അഖീദന്റെ ക്ലാസ് എടുക്കുന്നത്. ഇത് കണ്ടാലൊന്നും ആളെ വിശ്വസിച്ചൂടാ. ഇതെല്ലാവർക്കും ഉണ്ടാവും, ഇതുണ്ടാവും, നിസ്കാരം ഉണ്ടാവും. അഖീദ, അവന്റെ ആദർശം എന്ത്, മൻഹജ് എന്ത്, അതറിയണം. മനഹജ് തെറ്റിയാൽ പോയി. ഈ നമ്മളെ ഉമ്മാനെ വ്യഭിചാരി എന്ന് വിളിക്കുന്നവന് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? നസാറാക്കൾക്ക് ജൂതന്മാരോട് വെറുപ്പാണ്, ദേഷ്യാണ്. പക്ഷെ ഇപ്പൊ ഇസ്ലാമിനെതിരെ രണ്ടാളും ഉണ്ടാവുന്നു മാറ്റം. അവര് പറഞ്ഞു ഈസാനാണ് വ്യഭിചാരപുത്രൻ, മഅദല്ലാഹ്. നമുക്ക് ദേഷ്യം. പിന്നെ നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആയിഷ വ്യഭിചാരി എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട്. ഇത് നീതിയാണിത്, ഇതെന്ത് ന്യായമുള്ളത്? അതുകൊണ്ട് ഷിയാക്കളെ തിരിച്ചറിയണം. നമ്മളെ ഉമ്മത്തിന് ഇതുവരെ ഷിയാക്കളെ മനസ്സിലായില്ല. ഇതാണ് അവരുടെ ആദർശം. അഹ്ലു സുന്നന്റെ പുറത്താണ്, കുഫറിലാണ്. എന്നൊരു കഥ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലുള്ള ഷിയാക്കൾ, അവരെ ഷിയാക്കൾ എന്ന് വിളിക്കുമ്പോഴും നമ്മുടെ കൂട്ടക്കാർക്ക് അങ്ങനെ വിളിക്കണ്ടപ്പാ, എന്തിനങ്ങനെ ആക്കുന്നു, പിന്നെന്ത് വിളിക്കണം നിങ്ങൾ പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ഷിയാക്കൾ മീൻസ് സമസ്തക്കാര് എന്ത് വിളിക്കണം? നമുക്ക് ദുആ ചെയ്യാം, ദുആ ചെയ്യാം. അതുകൊണ്ട് അവർ സത്യത്തിലല്ല, അതുകൊണ്ട് അവർ സത്യത്തിലല്ല. വന്നേക്കാം, വരട്ടെ, അള്ളാഹു ഹിദായത്ത് നസീബാക്കട്ടെ.
പക്ഷെ അവരുടെ വിശ്വാസം ഇന്നെവിടെയാണോ അത് നിലനിൽക്കുന്നിടത്തോളം കാലം അഹ്ലുസുന്ന വൽ ജമാഅത്ത് നിന്ന് പുറത്താണ്. അകത്താക്കാൻ തെളിവുണ്ടെങ്കിൽ പറഞ്ഞു തരും, തിരുത്തി പറയാം. അവര് ജാഹിലിങ്ങൾ, അത് വേറെ. നമ്മൾ ആ വ്യക്തികളല്ല പറയുന്നത്, മൊത്തത്തിലുള്ള ഹുക്കുമ പറയുന്നത്. ഒരു തെളിവ് ഇങ്ങനെ പറഞ്ഞേക്കാം: മൻ സല്ല സ്വലാതന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലികുമുൽ മുസ്ലിം. ഇത് നമ്മളെ പണ്ഡിതന്മാര് പറയും, മിമ്പറിന്റെ മുകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തെറ്റാണ്. എന്തുകൊണ്ടറിയാം? അത് പറഞ്ഞത് ഉസാത്തുൽ മുവഹിദീനെ പറ്റിയാണ്. അതൊരു വിഷയമാണ്, പഠിച്ചോളി. ഉസാത്തുൽ മുവഹിദീൻ, അതായത് തൗഹീദുള്ള പാപികൾ. ഒരാളെ ഉദാഹരണം പറയാം, ഹജ്ജാജ് ഇബ്നു യൂസുഫ്. എത്ര ക്രൂരനാണ്! ആ ചരിത്രം ഒന്ന് വായിച്ചു നോക്കി. എത്ര താബിഈങ്ങളെ കഴുത്ത് വെട്ടി കൊന്നിട്ടുണ്ടെന്നറിയോ? സഹാബാക്കളെ മക്കളെ, സഹാബാക്കളെ പേരക്കുട്ടികളെ ക്രൂരമായി കൊന്നിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. പക്ഷെ പ്രഗത്ഭരായ ഇമാമിങ്ങൾ മുഴുവൻ അയാളെ ബാക്കിൽ കൈകെട്ടി നിസ്കരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അയാൾ മുവഹിദാണ്. അങ്ങനത്തെ ആൾക്കാർക്കുള്ള വാക്കാണിത്. മൻ സല്ലാ സ്വലാതന, നമ്മൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നവൻ. വസ്തഖ്ബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയായി സ്വീകരിച്ച ആള്. വഅകല ദബീഹതന, നമ്മൾ അടുത്ത് തിന്നുന്ന ആള്. ഫദാലികുൽ മുസ്ലിം, ഓ മുസ്ലിമാണ്. കാരണം അവന് തൗഹീദുണ്ട്, അവൻ അംഗീകരിക്കാം, അവന്റെ ബാക്കിൽ നിസ്കരിക്കാം. എന്തുകൊണ്ട്? പാപിയാണെങ്കിലും മുവഹിദാണ്. നലിക്കൊട്ടക്കാരുടെ തൗഹീദ് ബാത്തിലാണ്, അയാൾക്ക് ഈ ഹദീസ് സൂട്ടാവില്ല. അതുകൊണ്ട് ഈ ഹദീസ് ചൊല്ലിട്ട് എന്താക്കണ്ട, തമസക്കാരെ നമ്മളെ കൂട്ടത്തിലാക്കണ്ട, ശരിയാവൂല. ഏതുവരെ ശരിയാവൂല? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അംഗീകരിക്കുന്നതുവരെ മുസ്ലിം ആവില്ല. മുസ്ലിം അല്ല. കേൾക്കണം, ഇതല്ല ജിഹാദ്. ഇങ്ങനെ മരിക്കണം, രക്ഷപ്പെട്ടു. ഐ ആ ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, അബൂ താലിബ് കാഫിറാണോ മുഅ്മിനാണോ? കാരണം അംഗീകരിച്ചു, അബൂ പ്രഖ്യാപിച്ചില്ല. അതാണ് വിഷയം. അബൂ താലിബ് അംഗീകരിച്ചു, പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ട് ഈ മന്ന താരിഫ് പറഞ്ഞു, അത്തസ്ദീഖു ബിൽ ഖൽബി വൽ ഇഖ്റാറു ബിൽ ലിസാൻ. ബദർ യുദ്ധത്തിൽ കുറച്ച് ആളുകൾ മക്കത്തിൽ നിന്ന് പുറപ്പെട്ടു. ഏതാണ് ആ സൂറത്ത്? അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ ഉലൈക മഅവാഹും ജഹന്നം. അതന്നെ സൂറത്തുൻ നിസാ. അമാനി തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണം. അത് അതിനെപ്പറ്റിയാ പറയുന്നറിയോ? മക്കത്ത് തൗഹീദ് ഒളിപ്പിച്ചു വെച്ച് ജീവിച്ച ചില ആളുകൾ ബദർ യുദ്ധത്തിന്റെ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. തൗഹീദിന്റെ ആൾക്കാരോട് യുദ്ധം ചെയ്യാനും പറ്റൂല, ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മളെ പിടികൂടും ചെയ്യും. പോയി. സഹാബാക്കളാൽ അവർ കൊല്ലപ്പെട്ടു. അവിടെ എത്തി നോക്കുമ്പം ഇവര് മുശ്രിക്കീങ്ങളുടെ ഭാഗത്താ മരിച്ചു കിടക്കുന്നത്. അപ്പോഴാ മലായിക്കത്ത് ചോദിച്ചത്, നിങ്ങളെന്താ ഇവിടെ, നിങ്ങളെന്താ ഈ ഭാഗത്ത്? അപ്പോഴാ പറഞ്ഞത്, കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ്, ബലഹീനനായിരുന്നു, നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ ചോദിച്ചത്, അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലമല്ലേ, ഇതിനാണ് പിടിച്ചു നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് ഇതെല്ലാം ചെയ്തൂടെ? ഉലൈക മഅവാഹും ജഹന്നം. ഒളിപ്പിച്ചു വെക്കൽ ഭീരുത്വമാണ്. അത് കഴിഞ്ഞു. ഒളിപ്പിച്ചു വെക്കേണ്ട കാലം അന്നുണ്ടായിരുന്നു. അത് ഇസ്ലാമിന്റെ പ്രഖ്യാപനത്തോടെ നമ്മൾ വ്യക്തികളിൽ പറയുന്നല്ല, മൊത്തത്തിൽ ഹുക്മൻ തൗഹീദിനെതിരുള്ളവൻ, ഷഹാദത്ത് ബാത്തിലായവനാണ്, മുസ്ലിമായി പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ തെളിവുണ്ടാവണം. അബൂ താലിബ്
വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. എന്താ വലഖദ് അലിംതു? എന്താ അർത്ഥം? ഇൽമ്. അബൂ താലിബ് വലിയ സാഹിത്യകാരനാണ്. അയാൾ ഉപയോഗിച്ച പദം വലഖദ് അലിംതു, ഞാൻ എനിക്ക് അറിവ് കിട്ടി, ബോധ്യപ്പെട്ടു, ബിഅന്ന ദീന മുഹമ്മദി, എന്റെ അനുജന്റെ മോൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ദീൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ദീനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ലൗലൽ മലാമതു ഔ ഹദാറു മസബ്ബത്തിൻ, ഇത് ഞാൻ പ്രഖ്യാപിച്ചാൽ എന്നെ ഇവർ ആക്ഷേപിക്കും, എന്നെ ചീത്ത വിളിക്കും എന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീന, അത് ഞാൻ മുറുകെ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞ പോലെ ഒരു സലഫിയെ നേതൃസ്ഥാനത്ത് അള്ളാഹു എത്തിക്കട്ടെ, അവർ മാറിയാലോ. പക്ഷെ അറിഞ്ഞ ഹക്ക് എന്ത് ചെയ്യരുത്, അത് ഒളിപ്പിച്ചു വെക്കുന്ന പരിപാടി ദീനേ അല്ല. ശരിയല്ല. ഏറ്റവും വലിയ ജിഹാദ് ഏതാ? കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അക്രമിയായ സുൽത്താന്റെ മുമ്പിൽ ഹക്കിന്റെ കലിമത്ത് പ്രഖ്യാപിക്കുക. അങ്ങനെ വേണം. നമ്മളെ KNMന്റെ മുൻകാലത്തുള്ള പണ്ഡിതന്മാരുടെ ധൈര്യം എന്തെങ്കിലും വിചാരിച്ചത്. ആ ഉമർ മൗലവിന്റെ ആ ബുക്ക് വായിച്ചു നോക്കി, ഏത് ഓർമ്മകളുടെ ധീരത. ഇങ്ങനെ രോമണിച്ചു വരും ഓരോ സംഭവങ്ങൾ വായിക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ തന്നെയും മറ്റേ സയ്യിദ് മൗലവിന്റെ ഒക്കെ സംഭവം കേൾക്കുമ്പോൾ ഈ കഴുത്തില് ഓലപ്പടക്കം ഇട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 രൂപന്റെ പൊട്ടാസ് കഴിയുമ്പോൾ പൊട്ടിക്കോ. ഇത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമി അനുഭവിച്ച വേദനയാ പറഞ്ഞ് ഒപ്പിച്ചു വെച്ചാ പോരെ, അഡ്ജസ്റ്റാക്കിയ പോരെ. ഇപ്പൊ നമുക്ക് തന്നെ കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. ആ ഒരു ധൈര്യവും വേണ്ടുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരും. ഞാൻ പറഞ്ഞു വന്നത് ഷിയാക്കൾ, ഇതാണ് ഒരു വിശ്വാസം. ഇതൊരു കഥ പറയാം. ഈ പറഞ്ഞ സമസ്തക്കാരുടെ മൗലൂദിന്റെ കിതാബിൽ ഒരു അലി മൗലിദ് ഉണ്ട്. പുതിയതിലില്ല, പഴയ പതിപ്പിൽ അതിന്റെ കൈമലുണ്ട്. അതിലൊരു കഥയുണ്ട്. എന്താന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോയപ്പോ, ഹിജ്റ അല്ല മിഅ്റാജിന് പോയ സമയം ആകാശ ലോകത്തിന്റെ അലി സുഹായി കണ്ടിട്ട് ആകെ നെട്ടി. കഥയാണ്, ആകെ നെട്ടി. അല്ല, അള്ളാഹുനോട് ചോദിച്ചു, അള്ളാഹു എനിക്ക് മുമ്പ് എന്റെ പുതിയാപ്പള അലീനാന്ന്, പുതിയാപ്പള ആയിട്ടാ, അത് കഴിഞ്ഞ പിന്നെ പുതിയാപ്പളയാന്ന്, അലീനെ നീ മിഅ്റാജിന് കൊണ്ടുവന്നോ? അപ്പൊ അള്ളാഹു പറഞ്ഞു, വിഷമിക്കണ്ട, ഈ സ്ഥാനം നിങ്ങൾക്ക് തന്നെ, പക്ഷെ അലീനെ മലായിക്കത്തുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടക്കിടക്ക് മലക്കുകൾക്ക് അലീനെ കണ്ടോണ്ടിരിക്കണം. അപ്പൊ ആ ഇറങ്ങി വരുത്തൊരു പ്രയാസമായതുകൊണ്ട് അലിയുടെ കോലത്തിൽ ഒരു മലക്കിനെ ഞാൻ ഇവിടെ സൃഷ്ടിച്ചതാണ്, അത് അലിയല്ല. ഇവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നറിയോ? ഒന്ന്, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അവരെക്കാളും അലിയെ മുകളിലാക്കാൻ പറഞ്ഞ കഥയായത്. അവർക്കൊന്നുമില്ല, പക്ഷെ ആർക്കുണ്ട്. രണ്ട്, മലായിക്കത്തിന് ഇറങ്ങി വരാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയിലാ വരുന്നത് മുകളിന്ന്. മഅാദല്ലാ ചെയ്യും ഉണ്ട്. പിന്നെ ആകാശ ലോകത്ത് ഒരു മലക്ക്, ഒരു അലിയുടെ കോലത്തിൽ ഒരു മലക്കുണ്ടെന്നുള്ള വിശ്വാസം അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല. ഡ്യൂപ്ലിക്കേറ്റ് അലി വിശ്വാസമല്ല. പോയി, അഖീദ പോയി, ആദർശം പോയാൽ പോയി, അമലുകൾക്ക് കാര്യമില്ല. പിന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നില്ല, ഈ എന്തിനു പറയാ, തറ, ഫൗണ്ടേഷൻ, അതില്ലെങ്കിൽ ബിൽഡിംഗ് ഇല്ലല്ലോ. നെറ്റ് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ശരി, അത് കഴിഞ്ഞു. അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനായി. കുറച്ച് കഴിഞ്ഞപ്പം അർശിന്റെ അടുത്തേക്ക് വന്നപ്പം ആ അർശിന്റെ അടുത്തുണ്ട് എന്ത്? ഒരു സിംഹം. അർശിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. സിംഹത്തെ കണ്ട് പേടിച്ചപ്പോ അശരീരി വന്നു. പേടിക്കണ്ട, നിങ്ങളുടെ ഹാത്തം ഊരി ആ സിംഹത്തിന്റെ വായിൽ ഇട്ടുകൊടുത്താൽ മതി. ലുട്ടാപ്പിന്റെ കഥയല്ല ഈ പറയുന്നത്, സമസ്തന്റെ ആദർശ പറയുന്നത്. മോതിരം എടുത്തിട്ട് വായിലിട്ടെടുത്താൽ മതി. അതേപോലെ ചെയ്തു. മോതിരം വായിലിട്ടു, സിംഹം പോയി. പിന്നെ സംസാരിച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കൊരു സൽക്കാരം. ആ സൽക്കാരത്തിന് സുപ്ര വിധിച്ചപ്പം റസൂലുള്ളാഹി പറഞ്ഞു അത്രേ,
ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലം എനിക്കില്ല, കൂടെ ആരെങ്കിലും ഇല്ലാണ്ട് കഴിയില്ല. അപ്പൊ പെട്ടെന്നൊരു കൈ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഉരുള ഭക്ഷണം ആ കയ്യിൽ റസൂലുള്ളാഹി വെച്ചു കൊടുത്തു. ആ കൈ പോയി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, തിരിച്ച് നാട്ടിലെത്തി. നാട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോണ്ട് അലി വന്നിട്ട്, ഇല്ല ഇത് നിങ്ങളെ മോതിരമല്ലേ? കീശയിൽ നിന്ന് മോതിരം എടുത്തിട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു. ഏത് മോതിരം? സിംഹത്തിന്റെ വായിലിട്ട മോതിരം. കൈ റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. അപ്പോഴത്തേക്ക് മോളിന്ന് ഈ സുപ്രയിൽ വന്ന കൈയില്ലേ, അതേ കൈ. അപ്പൊ എന്ത് മനസ്സിലായി? അർശിനെ കാക്കുന്ന ആ സിംഹം ആരാണ്? അല്ലെ, നമ്മുടെ നാട്ടിൽ നൗഷാദ് ബാഖവില്ലേ, അയാളെ പ്രസംഗത്തിൽ ഞാൻ ഇത് പ്രസംഗിക്കുന്നത് ഞാൻ നേർക്കുനേരെ കേട്ടിട്ടുണ്ട്. അത് പിന്നെ അവിടെ സുപ്രയിൽ ഭക്ഷണം കഴിക്കാൻ വന്നതും ആരാണ്? അലിന്റെ കൈയാണ്. എന്നിട്ട് ഈ എന്താ പറയാ മൊയന്ത്, നമ്മളെ കോഴിക്കോട് ഭാഷ പറഞ്ഞാൽ ഈ മൊയന്ത് എഴുതുകയാണ്. അപ്പോഴാണ് അലിയന്റെ ഫദ്ല് റസൂലുള്ളാഹിക്ക് മനസ്സിലായത്. ഇത് കണ്ടപ്പോ ഈ കഥ ആരുണ്ടാക്കിയതാവാം? ഷിയാക്കൾ. സെയിം അതങ്ങനെ തന്നെ എടുത്ത് അത് വിശ്വസിച്ച് അതിൽ പ്രചരിപ്പിക്കുന്ന ടീമാണ്. ഇനി കേരളം വിട്ട് കുറച്ച് പുറത്തേക്ക് പോയാൽ പാഞ്ച്-കലി. ഹൈദരാബാദ് പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് പോണ്ട, നമ്മൾ പണ്ട് ജമാഅത്ത് പോകുമ്പോൾ പോയതാണ്. ചെന്നുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ പറഞ്ഞു വന്നത് പാഞ്ച്-കലി, മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. ഒരു കൈപ്പത്തി അടയാളം അവരുടെ ദർഗയിലും മറ്റെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതാണ് ഷിയാക്കളുടെ വിശ്വാസവും അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള പാരമ്പര്യവും. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിലും നടപ്പിലുള്ള പല സംഗതികളും. തബ്ലീഗുകാരും അതിനൊരു വ്യത്യസ്തരല്ല. ഇന്ന് നമ്മൾ എരഞ്ഞിപ്പാലത്ത് എന്ത് പള്ളിയാണ് അതിന്റെ പേര്? ഇബ്രാഹിം ഹാജിയുടെ പള്ളി കയറി. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു. നമ്മൾ തബ്ലീഗിന്റെ മദ്രസയിൽ ഫത്ഹുൽ മുഈനിൽ വായിച്ച് ഉസ്താദുമാര് പഠിപ്പിച്ച സംഗതിയാണ്, നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിന് ഏറ്റവും അഫ്ദൽ മുസല്ലയിൽ നിന്നും എഴുന്നേറ്റ് പോക്കാൻ ഉണ്ട്. എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ലെങ്കിലോ വലത്തോട്ട് തിരിഞ്ഞിരിക്കണം. അതിന് പെണ്ണുങ്ങൾ പോയിട്ട് പിന്നണിച്ച് പോവാൻ. ഇതാണ് വേണ്ടത്. അത് നമ്മൾ ഉസ്താദ്മാര് പഠിപ്പിച്ചെന്നതും നമ്മൾ ചെയ്യേണ്ടതും. അവിടുത്തെ ഇമാമും ഒരു തബ്ലീഗുകാരനാണ്, മലയാളിയാണ്. കഴിഞ്ഞു, അയാൾ മൈക്ക് തന്നെ കൂട്ടപ്രാർത്ഥനയും നടത്തി. നല്ലോണമുണ്ട് എന്ന് പറഞ്ഞാൽ സമസ്തന്റെ അപ്പുറത്തുള്ള കാപട്യമാണ് തബ്ലീഗുകാർക്ക്. കൃത്യമായിട്ടറിയാം, അത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അമൽ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ മാഹോലൊക്കെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യുന്നു. പാപ്പനശ്ശേരിയിൽ ഇന്നലെ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇപ്പോഴും തബ്ലീഗിന്റെ ഖത്തീബാണ്, തബ്ലീഗിന്റെ മർക്കസാണ്. ജുമാക്ക് തറപ്രസംഗാണ്. അത് കഴിഞ്ഞ് എൻ്റെ മോളിൽ കയറിയിട്ട് പിന്നെ അറബിയിൽ. ഞാൻ ചോദിച്ചു അതെന്തിനിപ്പാ? മൂപ്പര് പറയാണ്, അവിടെ പിന്നെ അധികം ആൾക്കാരും മറ്റേ ടീമാണ് വരിക, അവിടെ പിന്നെ അങ്ങനെ നല്ലത്, അതുകൊണ്ട് അങ്ങനെ നടത്തുന്നത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആരുടെ? സലഫിന്റെ. അതങ്ങനെയേ വരാവൂ. അള്ളാഹു ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. അപ്പൊ ഇതാണ് സഹാബത്തിന്റെ വിഷയത്തിൽ ഷിയാക്കളുടെ ഒരു വാദം. ഇപ്പുറത്തുള്ളത് ഖവാരിജുകൾ. അതായത് അവര് മറ്റു സഹാബത്തിനേക്കാളും പ്രാധാന്യം അലിയിനും മക്കൾക്കും കൊടുത്ത് അവരെ ഒരു വിഭാഗം ഇലാഹിന്റെ സ്ഥാനത്ത് വരെ കണ്ടു. ഞാൻ ബഹ്റൈനിലുള്ളപ്പം ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ കയറുകയാണ്, നമ്മൾ ചങ്ങായി താമസിക്കുന്ന. അപ്പൊ അതിന്റെ താഴെ ഒരു ഷിയ പെണ്ണുങ്ങളാ താമസം. പെണ്ണുങ്ങൾ ഇങ്ങനെ മോപ്പുകൊണ്ട് തറ തുടക്കുന്നുണ്ട്. അപ്പൊ കാലൊന്നും തെറ്റി. അപ്പം വിളിച്ച യാ അലി, നമ്മൾ യാ അല്ലാഹ് എന്ന് പറയില്ലേ, അതുപോലെ യാ അലി. അതാണ് ഇലാഹിന്റെ അടുത്ത് എത്തിച്ചിരിക്കുന്ന വിശ്വാസം ഷിയാക്കളുടെ. ഹജറുൽ അസ്വദിന്റെ മുന്നിൽ അടികൂട്ടാൻ പാടില്ല, അത് വേറെ കാര്യം, ഹറാമാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ നമ്മളെ കൺട്രോൾ കൂടും. എങ്ങനെങ്കിലും ഒന്ന് മുത്തണം എന്നുള്ള രീതിയിൽ അടിച്ചു. അതിന്റെ മുമ്പ് ഇവര് വിളിക്കും യാ അലി. എന്തിന്? ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി. ആര്? അലി. അത് മുത്താൻ വേണ്ടി കിട്ടാൻ. അക്കൂട്ടത്തിൽ മദീശിഖനെ വിളിക്കുന്ന ടീമുണ്ട്, നമ്മളെ ഇവിടുത്തെ മമ്പറത്തെ തങ്ങളെ വിളിക്കുന്ന ടീമുണ്ട്. എന്തിന്? അജൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വിടവ് അവര് കൊടുക്കാൻ, എന്നിട്ട് മുത്താൻ. എന്തിന് മുത്തിയിട്ട് കാക്കാൻ? ഹജറുൽ അസ്വദ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. ഹജറുൽ അസ്വദ് നാളെ ഖിയാമത്ത് നാളിൽ വരും. അതിന് 2 നാവുകളുണ്ടാകും. അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി അത് ശഫാഅത്ത് പറയും.
ഹദീസ് സഹീഹ. കാരണം ഇന്നലെ നോക്കിയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളൂ. സഹീഹ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേരം ഉമർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമറെ തിരക്കാക്കരുത്, പിന്നെ മറ്റുള്ളവരെ നീ കുറച്ച് ശക്തിയുള്ള ആളാണ്, അതുകൊണ്ട് നീ എന്താക്കരുത്, തിരക്ക് കൂട്ടരുത്, പറ്റുമെങ്കിൽ മുത്തിയാ മതി. നമുക്ക് അത്രേ ഉള്ളൂ. അത് കേട്ടുകൊണ്ട് ഉമർ തന്നെ പറഞ്ഞത്, വല്ലാഹി ഇന്നി ലാ അഅലമു അന്നകി ലഹജർ, നീ വെറും ഒരു കല്ലാണ്, ലാ തൻഫഅ വലാ തദുർ, ഉപകാരം ചെയ്യൂല ഉപദ്രവം ചെയ്യൂല. റസൂലുള്ളാഹി മുത്തുന്ന കണ്ടു, അതുകൊണ്ട് ഞാനും മുത്തുന്നു, ഖലാസ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു അവിടെ അടി കൂടിയിട്ട് മുത്താൻ പോക്ക് ഹറാം. മാത്രമല്ല തവാഫും ബാത്തിലാവും. ശ്രദ്ധിക്കുന്നില്ല, തവാഫ് ചെയ്യുമ്പം നമ്മുടെ ഇടതുഭാഗം കാബയായിരിക്കണം, തിരിഞ്ഞിട്ടാൽ തവാഫ് ബാത്തിലായി. ഇത് മുത്താൻ വേണ്ടി മൊത്തം തന്നെ പോവല്ലേ, ആരും ശ്രദ്ധിക്കലില്ല, പെണ്ണുങ്ങളടക്കം അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇതാണ് ഇവരുടെ വാദം. അപ്പുറത്ത് ഖവാരിജികൾ അവരെന്ത് ചെയ്തു, ജഫൗ ഫി ഹഖി അലിയിൻ റളിയല്ലാഹു അൻഹു ഫകഫറൂഹു, അവർ അലി ഇബ്നു അബീ ത്വാലിബിന്റെ വിഷയത്തിൽ തീരെ പോയി, അദ്ദേഹത്തെ കാഫിറാക്കി. വകഫറു മുആവിയ ബിൻ അബീ സുഫിയാൻ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും ഖവാരിജികൾ കാഫിറാക്കി. വകഫറു കുല്ല മൻ ലം യകുൻ അലാ ത്വരീഖതിഹിം, അവരുടെ മൻഹജിലല്ലാത്ത എല്ലാ സഹാബത്തിനെയും ഖവാരിജികൾ എന്താക്കി, കാഫിറാക്കി തള്ളി. ഇന്നും ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഷർത്തുകൾ പാലിക്കാതെ വാളെടുക്കുന്നവർ പല ആൾക്കാരെയും കാഫിറാക്കുന്നുണ്ട്. അത് ഖവാരിജിങ്ങളുടെ ഒരു സ്വഭാവമാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാം, കാഫിറാക്കി തള്ളിയ. സൗദിയയിലെ ഉലമാക്കൾ വരെ കുഫറാണെന്ന് പറയുന്ന ടീം ഇന്ന് അറബ് ലോകത്തുണ്ട്. അള്ളാഹു കാക്കട്ടെ ഫിത്നയെ തൊട്ട്. രണ്ട് അതന്നെ രണ്ട് ടീം. അപ്പൊ ഇതാണ് സഹാബത്തിന്റെ വിഷയത്തിൽ രണ്ട് ഭാഗത്തുള്ള രണ്ട് കക്ഷികൾ, ഷിയാക്കളും ഖവാരിജികളും. അതിന്റെ ഇടയിലാണ് അഹ്ലു സുന്ന വൽ ജമാഅ. ഖറജ എന്ന് പറഞ്ഞാൽ എന്താ, പുറപ്പെട്ടു. അപ്പൊ ഖാരിജ് പുറപ്പെട്ടവൻ, മൻഹജിൽ നിന്ന് പുറത്തു പോയവൻ, അതാണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ, മൻഹജിൽ നിന്ന് പുറത്തു പോയവൻ. എന്തുകൊണ്ട്? ഇതേപോലത്തെ പല കാരണങ്ങൾ കൊണ്ടും. അതിലൊരു കാരണമാണ് ഈ പറഞ്ഞത്. ഉണ്ട്, ഖവാരിജികളുടെ കൂട്ടത്തിൽ അവരും പെടുത്തും. അതേപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞ മുർജിഅക്കാര്, അതേപോലെ തന്നെ പിന്നെ വഈദിയക്കാര്, അള്ളാഹുന്റെ അസ്മാഉ വസിഫാത്തിൽ പിന്നെ അപകടം സംഭവിച്ചവർ, അതെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ, ഇമാമിനെതിരെ വാളെടുക്കും എന്നുള്ളതും മുസ്ലിമീങ്ങളെ പെട്ടെന്ന് കാഫിറാക്കി തള്ളിക്കളയും എന്നുള്ളതുമാണ്. വ്യക്തികളെ കാഫിറാക്കും ഖവാരിജികൾ. അതാണ് ചില പ്രശ്നങ്ങൾ. ഹവാരിയൂൻ അത് പറയാം, അത് ഈസാ നബിന്റെ സഹാബാക്കളെ പറ്റി പറഞ്ഞതാണ്. ഇത് ഹാഇന്റെ മുകളിൽ പുള്ളിയുള്ള ഖവാരിജ്, ഭയങ്കര വ്യത്യാസമായി ഖവാരിജുകൾ. അതിന് ചില ഇന്ന കാരണങ്ങൾ കൊണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതും കൂടെ പറയാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അല്ലാഹു അഖീദയെ സംരക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.